മുതിര കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിനായിട്ട് ഒരു കപ്പ് മുതിര എടുക്കണം. ഞാനും തമ്മിലൊന്നും മുതിര കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് ചേട്ടന് വേണ്ടി മാത്രമാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണേ. മുതിര വറുത്തെടുക്കുമ്പോൾ അതിന്റെ കളർ മാറുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാകും. പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ് ഇത്. അതുകൊണ്ട് കരിയാതെ വെള്ളനെ അതൊന്ന് വറുത്തെടുത്തിട്ട് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം, ഒന്ന് ചൂടൊന്ന് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, അത് നമ്മളൊരു പരന്ന സ്ഥലത്ത് വെച്ച് ഒന്നിങ്ങനെ ചതച്ചെടുക്കണം. അതിന്റെ പരിപ്പും അതിന്റെ തോലും ഒക്കെ രണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചപ്പാത്തി കല്ലും ആ കോലുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ മഴക്കാലത്ത് അമ്മ മുതിര വറുത്ത് തരുമായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ ഇതുപോലെ പരിപ്പും അതിന്റെ തോലും എല്ലാം കളഞ്ഞിട്ട് പായസം പോലെ വെച്ചും തരാറുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ അതിന്റെ തോല് മാത്രം പോക്കിയെടുക്കുക ചെയ്തേട്ടോ. എന്നിട്ട് നന്നായി കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നവരെ വെക്കണം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഞാനതിൽ ചേർത്ത് അടുപ്പത്ത് വെച്ചത് കേട്ടോ. ഇനി നമുക്ക് ശർക്കര പാനിയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1.5 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് പാനിയായിട്ട് മാറ്റി വെക്കാം. നമ്മൾ എന്താണെങ്കിലും ശർക്കര ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നേരത്തെ പാനിയാക്കി വെച്ചത് കേട്ടോ. പിന്നെ ഒരു മുറി തേങ്ങ, ഫുള്ളും വേണ്ട. നമ്മൾ നേരത്തെ 1 കപ്പാണ് മുതിര എടുത്തത്, അതിന്റെ 1/2 കപ്പ് അളവിൽ മതി തേങ്ങ. എന്നിട്ട് ഒരു ചെരുവത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാനി അരിച്ച് ചേർക്കണേ. എന്നിട്ട് വേവിച്ച് വെച്ച മുതിരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് തേങ്ങയും 1 ഏലക്കയും കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് പിന്നീട് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ഏലക്കയും ജീരകം ഒക്കെ ഓപ്ഷണലാണ്. ഞാൻ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ടതാണ്. വെള്ളം ഇടുമ്പോൾ എന്താണെങ്കിലും ഏലക്കന്റെ ടേസ്റ്റും കൂടി ഉണ്ടാവുന്നത് എത്രയോ നല്ലതാണ്. ആ ശർക്കര ലായനിയിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ സാധനം റെഡിയാണ് കേട്ടോ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ഇതിനോടൊപ്പം ചെറുപഴവും പപ്പടവും കൂട്ടി കഴിക്കുന്നതാണ് കോമ്പിനേഷൻ. ഇവിടെ ഇപ്പോൾ ചെറുപഴം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മഴക്കാലത്ത് എല്ലാവരും ഒന്ന് പരീക്ഷിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.